പീരുമേട് എം.എൽ.എ. വാഴൂർ സോമന് വിട നൽകാൻ നാട് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് നമുക്കൊപ്പം ചേരും. ഉന്മേഷ്, ഈ അന്ത്യവിശ്രമത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്ന കല്ലറയിലേക്ക് മൃതദേഹം മാറ്റുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ആൽവിൻ തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. ആൽവിൻ, അന്ത്യയാത്ര നൽകുകയാണ്, അന്ത്യ അഭിവാദ്യങ്ങൾ നൽകുകയാണ് നാട്, നാട്ടുകാർ, പാർട്ടി. അതെ പിന്നെ അന്തരിച്ച പീരുമേട് എം.എൽ.എ. വാഴൂർ സോമന് അന്ത്യ ഉപചാരം അർപ്പിക്കുകയാണ് നാട്. നിരവധി നേതാക്കളായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായിരുന്ന പീരുമേട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്നേഹബന്ധുക്കളൊക്കെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെയും അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അല്പം മുമ്പ് സംസ്ഥാന ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തുന്നത്. അല്പസമയം മുമ്പ് ബഹുമതികൾ നൽകിയ ശേഷം ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് പഴയ പാമ്പനാറുള്ള എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിലാണ് സംസ്കാരം നടക്കുക. അതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ്. അല്പം മുമ്പ് സംസ്ഥാന ബഹുമതികൾ നൽകി അതേ തുടർന്നുള്ള സംസ്കാരത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെ പുലർച്ചെയാണ് 2 മണിയോടുകൂടിയാണ് വാഴൂർ സോമന്റെ മൃതദേഹം വീട്ടിൽ എത്തിക്കുന്നത്. വാളാടിയിലെ വീട്ടിലെത്തിച്ച് ഇന്ന് രാവിലെ 11 മണിവരെ വീട്ടിൽ മൃതദേഹം വെച്ച ശേഷമായിരുന്നു നിരവധി ആളുകൾ അങ്ങോട്ടേക്ക് അണമുറിയാതെ ഒഴുകിയെത്തി. പ്രത്യേകിച്ച് മണ്ഡലത്തിലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വോട്ടർമാരായിട്ടുള്ള ആളുകൾ, തോട്ടം മേഖലയിലെ തൊഴിലാളികൾ, അങ്ങനെ നിരവധിയായ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരുന്നു. അതിനുശേഷം 11 മണിയോടുകൂടി മൃതദേഹം വിലാപയാത്രയായി വണ്ടിപ്പെരിയാറിലെ ടൗൺ ഹാളിലേക്ക് എത്തിച്ചു. അവിടെ വെച്ചായിരുന്നു പൊതുദർശനം ഉണ്ടായിരുന്നത്. പൊതുദർശനം ഏതാണ്ട് 4 മണിയോളം വരെ പൊതുദർശനം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പഴയ പാമ്പനാറിൽ എത്തിച്ചിരിക്കുന്നത്. പഴയ പാമ്പനാറിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എസ് കെ ആനന്ദൻ സ്മൃതി മണ്ഡപത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നേരത്തെ പാർട്ടിയുടെ തീരുമാനം വീട്ടുവളപ്പിൽ സംസ്കരിക്കുക എന്നതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടി ആവശ്യം മുമ്പ് പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഈ സ്മൃതി മണ്ഡപത്തിലേക്ക് സംസ്കാര നടപടികൾ പിന്നീട് മാറ്റുന്നത്. അല്ലെങ്കിൽ നേരത്തെ ആദ്യം തീരുമാനിച്ചിരുന്നത് വാളാടിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കാം മൃതദേഹം എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് ബന്ധുക്കൾ തന്നെ, അവരുടെ വാഴൂർ സോമന്റെ വീട്ടിൽ ആളുകൾ തന്നെ പറഞ്ഞു, ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളാണ് പറഞ്ഞത്, ഇത്തരമൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ നേതാവായിരുന്നു എസ് കെ ആനന്ദൻ. അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിന് സമീപത്താണ് ഇപ്പോൾ അദ്ദേഹത്തിനായുള്ള സംസ്കാര നടപടികൾ നടക്കുന്നത്. അല്പം മുമ്പ് സംസ്ഥാന ബഹുമതികൾ നൽകിയിരുന്നു. മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, അതോടൊപ്പം തന്നെ പി പ്രസാദ്, റോഷി അഗസ്റ്റിൻ, ജെ ചിഞ്ചുറാണി അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. രാവിലെ മുതൽ തന്നെ അവർ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരൊക്കെയും ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഡീൻ കുര്യാക്കോസ് എം പി, അതോടൊപ്പം തന്നെ CB വർഗീസ്, CPM-ന്റെ CB വർഗീസ് ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ MM മണി, A രാജ MLA തുടങ്ങിയ ഇടുക്കിയിലെ മറ്റ് MLA-മാരടക്കമുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നേതാക്കളൊക്കെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവരൊക്കെയും അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. രാവിലെ പൊതുദർശനത്തിനായി വീട്ടിൽ വെച്ചപ്പോഴും, അതോടൊപ്പം തന്നെ അതിനുശേഷം വണ്ടിപ്പെരിയാറിലെ ടൗൺ ഹാളിൽ വെച്ചപ്പോഴും ഒക്കെയും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരായ KK ശിവരാമൻ, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി K സലീംകുമാർ തുടങ്ങിയ നേതാക്കൾ മുഴുവൻ നേരവും ഈ സംസ്കാരത്തിന്റെയും ഈ ദർശനത്തിന്റെയും ചടങ്ങുകൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. നിരവധിയായ ആളുകൾ, ഈ പീരുമേട് മേഖലയിലെ നിരവധിയായ ആളുകൾ സംസ്കാര ചടങ്ങിനായി എത്തിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്, അദ്ദേഹവുമായി സൗഹൃദം ഉണ്ടാക്കിയിരുന്നവരുണ്ട്. അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ ഈ തൊഴിലിടത്തെ അല്ലെങ്കിൽ തോട്ടം തൊഴിലാളി മേഖലയിലെ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നുള്ള പലരുമായും അദ്ദേഹത്തിന് പേരെടുത്തു പറയാൻ തക്ക ബന്ധമുള്ള ആളുകളുണ്ട്. അവരൊക്കെയും ഇപ്പോൾ ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി വാഴൂർ സോമന്റെ മൃതശരീരത്തിന് അടുത്തെത്തിയിരുന്നു. ഇപ്പോൾ അല്പം മുമ്പേയും പൊതുദർശനത്തിനായി കഴിഞ്ഞ ശേഷവും അവിടെ നിന്ന് വിലാപയാത്രയായി പഴയ പാമ്പനാറിലേക്ക് കൊണ്ടുവരുമ്പോൾ പോലും നിരവധി ആളുകളാണ് വഴിയുടെ ഇരുവശങ്ങളിലുമായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ സംസ്കാരത്തിനായി എത്തിച്ചപ്പോഴും നിരവധി ആളുകൾ വന്നിരുന്നു. അവരെയൊക്കെയും ഒരു നോക്ക് കാണാനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ് പാർട്ടി പ്രവർത്തകരടക്കമുള്ള ആളുകൾ. അതിനുവേണ്ട സംവിധാനം ഒരുക്കിയിരുന്നു. അല്പം മുമ്പ് ഔദ്യോഗിക ബഹുമതികൾ നൽകിയിരുന്നു. ഉടൻ തന്നെ ഈ സ്മൃതി മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന കുഴിമാടത്തിലേക്ക് വാഴൂർ സോമന്റെ മൃതദേഹം സംസ്കരിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. നിരവധി നേതാക്കന്മാർ, നിരവധി പാർട്ടികളുടെ വിവിധ നേതാക്കന്മാരൊക്കെയും അദ്ദേഹത്തിന്റെ
അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്ന വിവിധ ആളുകളൊക്കെയും ഈ സംസ്കാര ചടങ്ങിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജനസഞ്ചയം ഇവിടെ ഉണ്ട്, ഈ കാഴ്ചയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുക. പിന്നെ ശരി, വലിയ ജനസഞ്ചയമാണ് വാഴൂർ സോമൻ MLA-ക്ക് വിട നൽകാൻ അവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ എല്ലാം തന്നെ സംഘടിപ്പിച്ച് അവിടെ വളരെ സജീവമായി CPI-യുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മുഖമായി പ്രവർത്തിച്ച വാഴൂർ സോമന് വിട നൽകുകയാണ് നാട്. ആൽവിൻ തോമസാണ് വിവരങ്ങൾ നൽകിയത്.